എന്താണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം? ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ലോഹം. പക്ഷേ അതിൻ്റെ പേര് കേട്ടാൽ തന്നെ ലോകശക്തികൾ പോലും നടുങ്ങും. അതിൻ്റെ പേരാണ് യുറേനിയം. ഒരു വശത്ത് ഇത് ലക്ഷക്കണക്കിന് വീടുകൾക്ക് വൈദ്യുതി നൽകും. മറ്റൊരു വശത്ത് ഒരു നഗരം മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാനും കഴിയും. ഇപ്പോഴിതാ ലോകത്തിൻ്റെ കണ്ണെല്ലാം തിരിഞ്ഞിരിക്കുന്നത് ഇറാൻ എന്ന ഒറ്റ രാജ്യത്തിലേക്കാണ്. കാരണം ഇറാൻ്റെ കൈവശം ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ യുറേനിയത്തിൽ ആണവശക്തിക്ക് ആവശ്യമായ ഭാഗം വളരെ കുറവാണ്. ഇത് പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുമ്പോഴാണ് അത് സമ്പുഷ്ടീകരിച്ച യുറേനിയമായി മാറുന്നത്. 3% മുതൽ 5% വരെ ഉണ്ടെങ്കിൽ വൈദ്യുതി നിലയങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കാം. പക്ഷേ സമ്പുഷ്ടീകരണം 90% എത്തിയാൽ അത് ആണവ ബോംബിനുള്ള നിലവാരമായി മാറും. ഇപ്പോൾ ഇറാൻ 60% വരെ സമ്പുഷ്ടീകരണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് ബോംബ് നിലവാരത്തിലേക്ക് എത്താൻ ഇനി വലിയ ദൂരം ബാക്കിയില്ലെന്ന് വിദഗ്ധർ പറയുന്നു. ലോകം ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഒരു ചെറിയ അളവിലുള്ള യുറേനിയം പോലും ഹിരോഷിമയെ പോലെ ഒരു നഗരം ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനുള്ളത് മാത്രം വലിയതാണ്. വിദഗ്ധരുടെ കണക്കുപ്രകാരം ഇറാൻ്റെ നിലവിലെ ശേഖരം കൂടുതൽ സമ്പുഷ്ടീകരിച്ചാൽ പല ആണവ ബോംബുകൾക്കും മതിയാകുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, യുറേനിയം ഉണ്ടെന്നത് മാത്രം കൊണ്ട് ഒരു രാജ്യം ഉടൻ ബോംബ് ഉണ്ടാക്കി എന്നത് അർത്ഥമില്ല. അതിനു പിന്നിൽ രഹസ്യ സാങ്കേതികവിദ്യ, മിസൈൽ സംവിധാനങ്ങൾ, ആയുധങ്ങളുടെ രൂപകൽപ്പന, അത്യന്തം സങ്കീർണ പരീക്ഷണങ്ങൾ എല്ലാം ആവശ്യമാണ്. എന്നാലും ഇറാൻ്റെ ആണവ പദ്ധതി ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ടെൻഷനുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. തങ്ങളെക്കാൾ കൂടുതൽ അപകടകരമായ ബോംബുകളും മിസൈലുകളും ഇറാൻ ഉണ്ടാക്കുമോ എന്നുള്ള ഭയപ്പാടിലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാന് മേലുള്ള യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ റഷ്യയും ചൈനയുമടക്കം അവർ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പറയുന്നത് ഇറാൻ്റെ ആണവ നിലയത്തിനുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ രാജ്യത്തിൽ നിന്ന് മാറ്റാൻ സഹായിക്കാം എന്നൊക്കെയാണ്. അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു യുദ്ധത്തെ അവരെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ് കൂച്ചുവിലങ്ങായി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇറാൻ്റെ മണ്ണിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്കും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുതന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ മേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരാൻ വേണ്ടി കോപ്പുകൾ കൂട്ടുന്നതിൻ്റെ കാര്യം. യാതൊരു വിധത്തിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അടിമപ്പെടാൻ ഇറാനോ ഇറാൻ്റെ ജനതയോ ഇറാൻ്റെ പരമോന്നത നേതാവോ തയ്യാറാകുന്നില്ല. അവർക്ക് അവരുടെ മദർലാൻഡ് അല്ലെങ്കിൽ അവരുടെ മരണം, അവരേതായാലും മരണം ഉറപ്പിച്ചവരാണ്. ലോകശക്തികൾക്ക് മുമ്പിൽ മുട്ടി നിൽക്കുന്ന ഇറാൻ വലിയൊരു ശക്തി കേന്ദ്രമാണെന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സേവ് ചെയ്തു വെക്കുകയോ അല്ലെങ്കിൽ പിന്നീട് കേൾക്കാൻ വേണ്ടി ഷെയർ ചെയ്തു വെക്കുകയോ ചെയ്യുക.